ക്രൂരമായ കുടിയേറ്റ നയത്തിന്റെ ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണെന്ന് അതിനെ നിശിതമായി വിമർശിക്കുന്നവർ തുറന്നു പറയുന്നു. 2024 ഏപ്രിലിലെ നിജസ്ഥിതി അനുസരിച്ച് ഒരു ബ്രിട്ടീഷ് പൗരനോ അതല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസമാക്കിയ വ്യക്തിയോ തന്റെ പങ്കാളിയെയും കുടുംബത്തെയും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചുരുങ്ങിയത് പ്രതിവർഷം 29,000 പൗണ്ട് വരുമാനമുള്ളവർ ആയിരിക്കണം. നേരത്തെ ഈ ചുരുങ്ങിയ വരുമാന പരിധി 18,000 പൗണ്ടായിരുന്നു. ഈ നിയമം മൂലം വിഭജിക്കപ്പെട്ടു പോയ കുടുംബത്തിലെ കുട്ടികൾ വിവരിക്കാനാകാത്ത വിധം സമ്മർദ്ദവും ദുഃഖവും ഏകാന്തതയും ഉത്കണ്ഠയും അനുഭവിക്കുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യ നിലവാരത്തിൽ ചെലുത്തുന്ന വിപരീത സ്വാധീനം തെല്ലൊന്നുമല്ലെന്നും അവർ പറയുന്നു. നിലവിലെ ലേബർ സർക്കാർ ഈ നയം പുനഃപരിശോധിക്കുന്നതിനായി ഒരു സ്വതന്ത്ര സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവർ കാര്യങ്ങൾ വിശദമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി മുൻ കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന പുതിയ നയങ്ങളുടെ ഭാഗമായിരുന്നു ഇതും. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള വരുമാന പരിധിയും ഉയർത്തിയിരുന്നു. ഈ വർധനവുകൾക്കെതിരെയുള്ള ഓൺലൈൻ പരാതിയിൽ 1,00,000 പേരിലധികം ഒപ്പിട്ടതോടെ ഇക്കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തിരുന്നു. ബ്രിസ്റ്റോൾ സെൻട്രലിൽ നിന്നുള്ള എംപിയും ഗ്രീൻ പാർട്ടി സഹനേതാവുമായ കർല ഡെന്യർ പാർലമെന്റിൽ പറഞ്ഞത് തന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 100 കണക്കിന് ആളുകൾ ഈ പരാതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ്. ഈ വർധനവിനെ അവർ വിശേഷിപ്പിച്ചത് പ്രണയത്തിന് മേൽ സർക്കാർ ചുമത്തിയ നികുതി എന്നാണ്. ജനങ്ങൾക്കെതിരെ വിവേചനം പ്രകടിപ്പിക്കുന്ന ഒരു നയമാണിതെന്ന് അവർ പറയുന്നുണ്ട്. ആരെ പ്രണയിക്കണം, എത്രമാത്രം പണം സമ്പാദിക്കണം എന്നെല്ലാം ഭരണകൂടം തീരുമാനിക്കുന്ന സാഹചര്യം നല്ലതല്ലെന്ന് അവർ വ്യക്തമാക്കി. മാത്രമല്ല, ഈ നയം വഴി കുടുംബത്തോടൊപ്പം ഒത്തുചേരൽ ധനികർക്ക് മാത്രം സാധ്യമാകുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ധവളപത്രം ഈ വർഷം അവസാനം സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് ഡാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞു. ഒപ്പം സ്കിൽഡ് വിസയുമായി ബന്ധപ്പെട്ട നയങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇവിടെ സ്ഥിരതാമസമാക്കിയ വ്യക്തിയോ തന്റെ പങ്കാളിയെയും കുടുംബത്തേക്കും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തായാലും 29,000 പൗണ്ട് വരുമാനം ഉള്ളവർ ആയിരിക്കണമെന്ന ഈ ഒരു നടപടി വളരെയധികം ക്രൂരമായ കുടിയേറ്റ നയത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന് ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുട്ടികൾ തന്നെയാണ്. വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ചയ്ക്ക് എത്തുന്നുണ്ട്. വലിയ രീതിക്ക് വിവാദങ്ങളും ഉയരുന്നുണ്ട്.